മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോകം എമ്പാടും വലിയൊരു ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു. ഭക്ഷണത്തിന്റെ വില അങ്ങ് പെട്ടെന്ന് 5-8 ഇരട്ടിയായിട്ട് കൂടാ. ചില രാജ്യങ്ങളിൽ 20-25 ഇരട്ടിയായിട്ട് അത് കൂടിയിരുന്നു. ആ ഭക്ഷ്യക്ഷാമം ഉണ്ടായ സമയത്ത് ഒരു അത്ഭുതമുണ്ട്. അമേരിക്ക ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ അനുഭവങ്ങള് വളരെ വ്യക്തമായിട്ട് പിടിച്ചപ്പോൾ ഭാരതത്തിൽ മാത്രം ഈ ഭക്ഷ്യക്ഷാമം കാര്യമായിട്ട് ഒന്നും ബാധിച്ചില്ല. ചെറിയൊരു വില കൂടുതലുണ്ടായിരുന്നു, അല്ലാതെ ഭാരതത്തിൽ അതൊന്നും ബാധിച്ചില്ല. അമേരിക്ക ഒരു ഭയങ്കര സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുത്തത്. എന്നിട്ട് അമേരിക്കക്കാരും വികസിത രാജ്യങ്ങൾ എല്ലാം ചേർന്ന് 57 രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി. 57 രാജ്യങ്ങളുടെ ഒരു മീറ്റിംഗാണ് വിളിച്ചു കൂട്ടിയത്. ഇത് അമേരിക്കയൊക്കെ ഉണ്ട്, വികസിത രാജ്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. ഷെയറിംഗ് ദ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. ഇത് മാത്രമായിരുന്നു സബ്ജക്റ്റ്. ഷെയറിംഗ് ദ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. ഭാരതത്തില് ഭക്ഷ്യ ഉൽപാദനത്തില് ഉണ്ടായ നേട്ടങ്ങളുടെ അനുഭവങ്ങൾ വിവരിക്കാനായിട്ട് വിളിച്ചു ചേർത്ത 57 രാജ്യങ്ങളുടെ മീറ്റിംഗില് ഭാരതത്തിന് ഇവിടുത്തെ എക്സ്പീരിയൻസ് വിവരിക്കാൻ സാധിച്ചു. പല രാജ്യങ്ങളും മുമ്പോട്ട് വന്നത് ഭാരതത്തിലെ കാർഷികമായിട്ടുള്ള എക്സ്പീരിയൻസ് അവരുടെ രാജ്യത്തിന് കോപ്പി ചെയ്യണമെന്നാണ്. യഥാർത്ഥത്തില് 1 ഏക്കർ സ്ഥലത്ത് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അളവില് ഭാരതം ഒന്നാമത്തെ രാഷ്ട്രമൊന്നുമല്ല, 15-ാമത്തെയോ 17-ാമത്തെയോ രാഷ്ട്രമാണ്. ഹയസ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ പെർ ഏക്കർ. അതിൽ ഇന്ത്യ 15-ാമത്തെയോ 17-ാമത്തെയോ രാജ്യമാണ്. എന്നിട്ടും ഭാരതത്തിന് ഈ ഒരു അവകാശം ലഭിച്ചത് നമ്മളുടെ കാർഷിക വിളകൾ കൈകാര്യം ചെയ്യാനും ഉൽപ്പാദിപ്പിക്കാനുമുള്ള കർഷകരുടെ പ്രയത്നം പ്രകൃതി അനുകൂലമല്ലാതിരുന്നിട്ടും നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതാണ് മാൽറ്റ്യൂസൺ തിയറി ഉണ്ട്. ജനസംഖ്യ ജോമെട്രിക്കൽ പ്രോഗ്രഷൻ ആയിട്ട് വളരുമ്പോൾ ഭക്ഷ്യ ഉൽപാദനം അരത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ടാണ് വളരുക. ഇങ്ങനെ ജനങ്ങളൊക്കെ ഭക്ഷ്യക്ഷാമം കൊണ്ട് ചത്തൊടുങ്ങുന്ന പറഞ്ഞത്. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് 1940-47 ഭാരതത്തിന്റെ ജനസംഖ്യ 37 കോടിയായിരുന്നു. ഇന്നതിന്റെ 3 ഇരട്ടിയായിട്ടുണ്ട്. 3 ഇരട്ടിയായിട്ടും വലിയ പ്രോബ്ലം ഒന്നും നമുക്കില്ല. നമുക്ക് ഭക്ഷ്യക്ഷാമം ഇല്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ ചില കാടുകളിലും ചില ട്രൈബൽ ഏരിയകളിലും എത്തിക്കാനുള്ള യാത്രാ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പട്ടിണി മരണമുണ്ട്. പക്ഷെ ഭക്ഷ്യക്ഷാമം കൊണ്ട് ഭാരതത്തില് പട്ടിണി മരണം ഇല്ല. ചില സ്ഥലത്ത് എത്തിക്കാൻ പറ്റണില്ല. ചില വലിയ പർവ്വതങ്ങളുടെ മുകളിലും നദിയുടെ കരകളിലൊക്കെ എത്തിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഭാരതം എന്ന രാഷ്ട്രത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ മാതിരി ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ധർമ്മത്തിന് എപ്പോഴൊക്കെയാണോ ഗ്ലാനി സംഭവിക്കുന്നത്, എപ്പോഴൊക്കെയാണോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത്, അപ്പോഴെല്ലാം ഞാനിത് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന കൃഷ്ണൻ ഓർഡർ ചെയ്തത്. അത് തന്നെയാണ് ഈ 57 രാജ്യങ്ങളുടെ സമ്മിറ്റ് മീറ്റിംഗ് കോൺഫറൻസില് ഭാരതത്തിന് പറയാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മളുടെ അച്ചീവ്മെന്റുകൾ ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് ലോകം അംഗീകരിച്ചപ്പോൾ സൗദി അറേബ്യയിലെ ഷെയ്ഖും അവിടുത്തെ രാജാക്കന്മാരും ഇന്ത്യയോട് അഭ്യർത്ഥിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എന്തു വേണമെങ്കിലും തരാം, ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്ന് അരി കയറ്റുമതി ചെയ്യുന്നത് നിർത്തരുത് എന്നായിരുന്നു പറഞ്ഞത്. കാരണം സൗദി അറേബ്യയിൽ അരിയുടെ വില ഏതാണ്ട് $3 ഉണ്ടായിരുന്നത് $27 കൂടി ഒറ്റ മാസം കൊണ്ട്. 3-ൽ നിന്ന് 27, 9 ഇരട്ടി കൂടി. ഇനിയും കൂടിയാൽ അവിടെ പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ടാണ്
സൗദി അറേബ്യ എന്ന സമ്പന്ന രാജ്യത്തിലെ ഭരണാധികാരികള് ഭാരതത്തോട് പറഞ്ഞത്, ലോകത്തിലെ ഏത് രാജ്യക്കാർ അരി കയറ്റുമതി നിർത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഭാരതം മാത്രം അരി കയറ്റുമതി നിർത്തരുത്, നിർത്തിയാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സങ്കീർണമായ പ്രശ്നം ഉണ്ടാവും എന്നവർ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ, നമ്മുടെ രാജ്യം വിചാരിച്ചാൽ പലതും ചെയ്യാൻ സാധിക്കും, പലർക്കും പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കും, പലരുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും സാധിക്കും. ആ ഒരു ലെവലില് ഭാരതം നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. നമ്മളുടെ ആത്മീയതയും നമ്മളുടെ സാങ്കേതിക വിദ്യയും നമ്മളുടെ റോക്കറ്റുകളും നമ്മളുടെ വിമാനങ്ങളും മാത്രമല്ല ലോകത്തെ ആകർഷിക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും ഭാരതം ലോകത്തിൽ നല്ലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമല്ല, ഇതേപോലെയുള്ള വാർത്തകളെല്ലാം വായിച്ച് നമ്മളുമായി ബന്ധപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കണം. കാരണം നമ്മൾ ഇന്ന് രാവിലെ മുതൽക്ക് രാത്രി വരെ കേൾക്കുന്നത് ഭാരതത്തിന്റെ നെഗറ്റീവാണ്. അടുത്ത കാലത്ത് ഒരു പത്രം വായിച്ചു, ഒരു കുട്ടി കരഞ്ഞ് തല മാത്രമായിട്ടുള്ള ഡെഡ് ബോഡി ആ ഫ്രണ്ട് പേജിൽ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ അല്ല, ഗാസയിലെ. ആ ചിത്രം കണ്ട് രാവിലെ ഉണർന്നവൻ അന്നത്തെ ദിവസം അയാളുടെ പോക്കാം. കാരണം ഏത് ബസ്സും കാറും കൂട്ടിയിടിച്ച ഡെഡ് ബോഡിയും ശവശരീരങ്ങളും ഇടിച്ചതും നശിച്ചതുമാണ് ഒന്നാമത്തെ പേജിൽ ദേശീയ പത്രങ്ങൾ കാണിക്കുക. എന്നിട്ട് മനുഷ്യനെ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ തളർത്താനാണ് അതിരാവിലെ പത്രവായന. പക്ഷെ എത്രയോ നല്ല കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട്, അഭിമാനിക്കേണ്ടതായിട്ടുണ്ട്. അത് പറയുന്നതിന് പകരം നമ്മൾ എന്നും വിപരീതങ്ങൾ കാണിക്കാനും വിപരീതങ്ങൾ വിവരിക്കാനും അത് സെൻസേഷണൽ ആക്കാനും മനുഷ്യ മനസ്സുകളിൽ ദുഃഖത്തിന്റെയും വേദനയുടെയും കെട്ടുനിറ നടത്താനുമാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, ഇതേപോലെയുള്ള നന്മകൾ കൂടി ലോക ജനതയുടെ അടുത്ത് എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ, ആ കർമ്മമണ്ഡലത്തിൽ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീത പ്രണാമം, നമസ്കാരം.